ഇന്ത്യൻ വംശജൻ ലിയോ വരദ്കർ അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെയാണ് സൈമൺ ഹാരിസ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. പാർട്ടിക്ക് പുതിയ ദിശ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വരദ്കറിന്റെ രാജി. ഈസ്റ്റർ അവധിക്ക് ശേഷം ഏപ്രിൽ 9 പാർലമെന്റ് ചേർന്ന ശേഷമാകും സ്ഥാനമേറ്റെടുക്കുക. നിലവിൽ ഫീന ഗെയിൽ ഉൾപ്പെടെ 3 പാർട്ടികളടങ്ങുന്ന സഖ്യ സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് സൈമൺ ചുമതല ഏറ്റെടുക്കും വരെ ലിയോ തുടരും. 38-ാം വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ലിയോ ഡിസംബറിൽ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കഠിനാധ്വാനവും ഉത്തരവാദിത്വവും കലർന്ന പ്രവർത്തനത്തിലൂടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് പാർട്ടി അംഗങ്ങളെ അഭിസംബോധന ചെയ്യവേ ഹാരിസ് വാഗ്ദാനം ചെയ്തു. ക്രമസമാധാനത്തിന് മുൻഗണന നൽകുന്ന പാർട്ടിയുടെ നിലപാട് തുടരുമെന്ന് സൈമൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയവാദികളിൽ നിന്ന് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുമെന്നും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ ആസൂത്രിതമാക്കുമെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു. ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ഹാരിസ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ഭയാനകവും നിയമവിരുദ്ധവുമാണെന്നും പറഞ്ഞു. നേരത്തെ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഹാരിസ് കോവിഡ് കാലത്താണ് കൂടുതൽ ജനപിന്തുണ നേടിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.